ഡിയർ സ്റ്റുഡൻസ്, നമ്മൾക്ക് ഈ വീഡിയോയിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ട്രാൻസാക്ഷൻ തന്നാൽ നമ്മളതിന് ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെ നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യും, നമ്മൾ അക്കൗണ്ട് റൂൾ വെച്ചിട്ട് ആ റൂൾ നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യും, നമുക്കിതെങ്ങനെ നോക്കാം. ഇതിൽ ഫസ്റ്റ്ലി നമ്മളുടെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ നമ്മൾ 5 കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പാണ് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഇൻകം. അതാണ് കുട്ടികൾ ആദ്യം അറിയേണ്ടത്. നമ്മുടെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ നമുക്ക് അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ഇൻകം ഉണ്ട്. അടുത്ത അറിഞ്ഞു വയ്ക്കുക, നമ്മളെപ്പോഴും അസറ്റും എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഡെബിറ്റ് ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് ഡിക്രീസ് ചെയ്താൽ എന്ത് വരും? ഏത് ബാലൻസ് വരും? ക്രെഡിറ്റ് വരും. അതുപോലെ തന്നെ LIC നമ്മൾ ഷോർട്ട് ഫോം ഇട്ടാണ് ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എപ്പോഴും ക്രെഡിറ്റ് ആയിരിക്കും. നമുക്ക് ഇങ്ങനെ പറയാം, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ഓൾവേസ് സ്റ്റാൻഡ് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ അത് കൂടിയാൽ അതിന് ക്രെഡിറ്റ് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കുറയുമ്പോൾ എന്ത് വരും? ഡെബിറ്റ് ബാലൻസ് വരും. നമ്മൾ അങ്ങനെ പഠിക്കാം, അസറ്റ് എക്സ്പെൻസ് ഓൾവേസ് സ്റ്റാൻഡ്സ് ഡെബിറ്റ് ബാലൻസ് ഓർ ഇൻക്രീസ് അസറ്റ് ഡെബിറ്റ് ബാലൻസ്. ദെൻ ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ ഓൾവേസ് സ്റ്റാൻഡ്സ് ക്രെഡിറ്റ് ബാലൻസ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കിയിട്ട് നമ്മൾ എങ്ങനെ അതിൻ്റെ 2 ആസ്പെക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും, എന്നിട്ട് നമ്മൾ അതിനെ എങ്ങനെ ഡെബിറ്റ് ക്രെഡിറ്റ് കൊടുക്കും നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. ഇവിടെ എക്സാമ്പിളായിട്ട് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh. നമ്മൾ ബിസിനസ്സിലേക്ക് 1 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. അത് ആ ബിസിനസ്സിൻ്റെ ക്യാപിറ്റലാണ്. നമ്മളിപ്പോൾ അത് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം അറിയേണ്ടത് അത് 2 ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കേസ് ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, ക്യാഷ് ഇൻക്രീസ് ചെയ്തു. നെക്സ്റ്റ് അത് ബിസിനസ്സിൻ്റെ ക്യാപിറ്റലാണ്, തുടങ്ങാൻ പറ്റുള്ള എമൗണ്ടാണ്, ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്യാഷ് നമ്മളുടെ ആ ബേസിക് ആയിട്ടുള്ള 5 ഗ്രൂപ്പുകളിൽ ക്യാഷ് ഏതിൽ പോകുന്നതാണ്. ക്യാഷ് ബിസിനസ്സിൻ്റെ അസറ്റാണ്. നമ്മൾ റൂൾ അപ്ലൈ ചെയ്യുക. അസറ്റ് ഇൻക്രീസസ് അല്ലെങ്കിൽ അസറ്റ് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ്, ഇൻക്രീസ് ഇൻ അസറ്റ് ഓൾവേസ് ഡെബിറ്റ്. ദെൻ നെക്സ്റ്റ് ബിസിനസ്സിൻ്റെ ക്യാപിറ്റലാണ്, ക്യാപിറ്റൽ പോകുന്ന ഗ്രൂപ്പ് ക്യാപിറ്റലാണ്, ക്യാപിറ്റൽ ഇൻക്രീസസ് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ നമ്മളത് ഡെബിറ്റും ക്രെഡിറ്റും കൊടുക്കുമ്പോൾ ക്യാഷ് ഡെബിറ്റും ക്യാപിറ്റൽ ക്രെഡിറ്റും വരും. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സോൾഡ് ബിൽഡിംഗ് ഫോർ ₹40,000 ഫോർ ക്യാഷ്. അല്ലേ, 40,000 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു? ബിൽഡിംഗ് നമ്മൾ സെയിൽ നടത്തി. നമ്മൾ അതിൻ്റെ 2 ആസ്പെക്റ്റുകൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് എന്ത് വന്നു? ക്യാഷ് വന്നിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ബിൽഡിംഗ് സെയിൽ നടത്തി. അപ്പോൾ നോക്കുക, ഒരു ആസ്പെക്റ്റ് ക്യാഷ്, നെക്സ്റ്റ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ക്യാഷ് പോകുന്ന ഗ്രൂപ്പ് ബിസിനസ്സിൻ്റെ അസറ്റാണ്. ബിസിനസ്സിലെ ക്യാഷ് ഇൻക്രീസ് ചെയ്തു, സോ ഇൻക്രീസ് ഇൻ അസറ്റ് ഡെബിറ്റ്. നെക്സ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഫിക്സ്ഡ് അസറ്റാണ്. അസറ്റ് തന്നെ ഫിക്സ്ഡ് അസറ്റ്, അത് നമ്മുടെ കുറഞ്ഞു, വിറ്റപ്പോൾ അത് കുറഞ്ഞു. അപ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അസറ്റിന് ഏത് ബാലൻസ് കൊടുക്കണം? ക്രെഡിറ്റ് കൊടുക്കണം. സോ ഡെബിറ്റ്, ക്യാഷും ക്രെഡിറ്റ്, ബിൽഡിംഗും വരും. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, പെയ്ഡ് റെൻറ്റ് ₹200 എന്ന് പറയുമ്പോൾ നമ്മൾ 200 രൂപ ഒരു റെൻറ്റ് വാടക അടച്ചു, അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ 2 ആസ്പെക്റ്റുകൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്ന് റെൻറ്റ്, നെക്സ്റ്റ് ക്യാഷ് ആയിട്ടാണ് റെൻറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റെൻറ്റ് ബിസിനസ്സിൻ്റെ എന്താണെന്ന് നോക്കുക. നമ്മൾ കൊടുത്ത റെൻറ്റാണ്. അപ്പോൾ അതെന്താ? ബിസിനസ്സിൻ്റെ ഗ്രൂപ്പിൽ ആ 5 ഗ്രൂപ്പിൽ വരുന്നത് അത് എക്സ്പെൻസാണ്. ബിസിനസ് ഒരു ചിലവ് വന്നേക്കണം, ചിലവ് കൂടിയൊക്കെയാണ്. അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസസ് ഡെബിറ്റ്. ആ എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്ത് എങ്ങനെയാണ്? ക്യാഷ് കൊടുത്തിട്ടാണ്. അപ്പോൾ ക്യാഷിൻ്റെ ഗ്രൂപ്പ് അസറ്റ് ഡിക്രീസ് അസറ്റ് ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും പറയുമ്പോൾ റെൻറ്റ് ഡെബിറ്റും ക്യാഷ് ക്രെഡിറ്റും ആയിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. കമ്മീഷൻ റിസീവ്ഡ് ₹2,000 ഇൻ ക്യാഷ്. 2 ആസ്പെക്റ്റിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒന്ന്, ക്യാഷ് കിട്ടിയിട്ടുണ്ട്, കിട്ടിയ ഫോം എന്താണെന്ന് ചോദിച്ചാൽ കമ്മീഷനായിട്ട് കിട്ടിയത്. സോ ഒരു ആസ്പെക്റ്റ് ക്യാഷ്, നെക്സ്റ്റ് കമ്മീഷൻ, റിസീവ്ഡ് ആണ് കമ്മീഷൻ. ക്യാഷ് ഗ്രൂപ്പ് അസറ്റ്, ക്യാഷ് ഇൻക്രീസ് ചെയ്തു, ഇൻക്രീസ് ഇൻ അസറ്റ് ഡെബിറ്റ്. ദെൻ നെക്സ്റ്റ് കമ്മീഷൻ റിസീവ്ഡ് ആണ്. അപ്പോൾ നമ്മളത് ബിസിനസ്സിൻ്റെ ഒരു ഇൻകമാണ്, അല്ലേ? പോകുന്ന ഗ്രൂപ്പ് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പം നമ്മൾ ഏത് ബാലൻസ് ക്രെഡിറ്റ് വരണം. സോ ക്യാഷ് ഡെബിറ്റും കമ്മീഷൻ ക്രെഡിറ്റും ആയിരിക്കും. നമ്മളിങ്ങനെയാണ് നമ്മുടെ ബേസിക്കായിട്ട് നമ്മുടെ 5 ഗ്രൂപ്പുകൾ വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിങ് റൂൾ അല്ലെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റിൻ്റെ റൂൾ വെച്ചിട്ട് നമ്മൾ ഓരോന്നിനും ഡെബിറ്റും ക്രെഡിറ്റും കൊടുക്കുന്നത്.